ഹലോ മൈ ഡിയേഴ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിംസ് സ്റ്റേജ് 3ക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് പോയിന്റ്സ് ആണ്. നോക്കാം. താഴെ പറയുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞരിൽ ആർക്കാണ് ഭാരതരത്ന ലഭിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിക്രം സാരാഭായ്, APJ ഹോമി ഭാഭ. ഇതിനകത്ത് ആൻസർ ഏതാണെന്ന് അറിയാവുന്നവർ പറഞ്ഞോളൂ. നമുക്ക് അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാവുന്നതാണ്. ക്വസ്റ്റിനകത്ത് ശാസ്ത്രജ്ഞരാണ്. സോ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞിരിക്കുന്നത് ശാസ്ത്രജ്ഞരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അവരോടൊപ്പം ആർക്കൊക്കെ ലഭിച്ചിട്ടുണ്ടോ എന്ന് മാത്രമാണ് പഠിക്കുന്നത്. എല്ലാം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ടോട്ടലി നമുക്ക് കൺഫ്യൂഷൻ വരും. ഇപ്പൊ 2024 നമ്മൾ ഇന്ന് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് 54 പേർക്കാണ് ടോട്ടലി ലഭിച്ചിരിക്കുന്നത്. ഈ വർഷം 5 പേർക്ക് നമുക്ക് ടോട്ടലി ഭാരതരത്ന ലഭിച്ചിട്ടുണ്ട്. അവരാരൊക്കെയാണെന്നോട് നമുക്ക് ലാസ്റ്റ് നോക്കേണ്ടതായിട്ടുണ്ട്, കറണ്ട് അഫേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പം APJ അബ്ദുൽ കലാം ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. ഇനി 97 അദ്ദേഹത്തിന് എന്ത് ലഭിച്ചിരിക്കുന്നത്? ഭാരതരത്ന അവാർഡ് ലഭിച്ചത് 97. അപ്പൊ 97 അദ്ദേഹത്തോടൊപ്പം വേറെ ആർക്കൊക്കെ ലഭിച്ചു? ഗുൽസാരിലാൽ നന്ദയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അരുണ ആസഫ് അലിക്കും 97 ലഭിച്ചത്. അപ്പം അരുണ ആസഫ് അലി, ഗുൽസാരിലാൽ നന്ദ, APJ അബ്ദുൽ കലാം എന്നിവർക്ക് ഏത് വർഷമാണ്? 97 ലഭിച്ചത്. അതിനകത്ത് ശാസ്ത്രജ്ഞനായിട്ടുള്ള വ്യക്തി APJ ആയിരുന്നു. അപ്പൊ ഗുൽസാരിലാൽ നന്ദ 97. അതുപോലെ തന്നെ അരുണ ആസഫ് അലി താൽക്കാലിക പ്രധാനമന്ത്രി ആയിരുന്നു. ആര്? ഗുൽസാരിലാൽ നന്ദ ഇന്ത്യയുടെ രണ്ട് തവണ ഇന്ത്യയുടെ താൽക്കാലിക പ്രധാനമന്ത്രിയായിട്ട്. അപ്പൊ അദ്ദേഹത്തിന് ഭാരതരത്ന ലഭിച്ച വർഷം 97. ഇനി ആദ്യമായിട്ട് നമുക്ക് നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞിരിക്കുന്നത് CV രാമനാണ് ഇന്ത്യയില്. അപ്പം 54 അദ്ദേഹത്തിന് എന്ത് ലഭിച്ചിട്ടുണ്ട്? ഭാരതരത്ന അവാർഡ് കൊടുത്തിട്ടുണ്ട്. 54 ഭാരതരത്ന. ആ 54 3 പേർക്ക് കൊടുത്തിട്ടുണ്ട്. C രാജഗോപാൽ ആചാര്യക്കും S രാധാകൃഷ്ണനും കൊടുത്തിട്ടുണ്ട്. C രാജഗോപാൽ ആചാര്യക്കും S രാധാകൃഷ്ണൻ. അപ്പൊ CV രാമനോടൊപ്പം ഭാരതരത്ന അവാർഡ് ആർക്കൊക്കെ നേടിയിട്ടുണ്ടായിരുന്നു? C രാജഗോപാലെ. അദ്ദേഹം ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആയിരുന്നു. C രാജഗോപാലാചാരി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ 2ാമത്തെ രാഷ്ട്രപതിയും ആദ്യത്തെ ഉപരാഷ്ട്രപതിയും തത്വശാസ്ത്ര ചിന്തകനുമായിരുന്നു ഡോക്ടർ S രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് 2 പേർക്കുമാണ് 1954 ആദ്യമായിട്ട് ഭാരതരത്ന അവാർഡുകൾ നേടിയ വ്യക്തികൾ എന്ന് പറയുന്നത്. അപ്പം ആ ശാസ്ത്രജ്ഞനോടൊപ്പം ഉള്ളത് മാത്രമേ നമ്മൾ ഇന്ന് നോക്കുന്നുള്ളൂ കേട്ടോ. ഇനി നരസിംഹറാവു ചൗധരി ചരൺ സിംഗ്. ഇപ്പം ഈ ഒരു ചോദ്യം നമ്മൾക്ക് മേ ബി 2024 ചോദ്യം വരാൻ കാരണം എന്തായിരിക്കാം? ഡോക്ടർ MS സ്വാമിനാഥന് എന്ത് ലഭിച്ചിട്ടുണ്ട്? ശാസ്ത്രജ്ഞനായതുകൊണ്ട് അദ്ദേഹത്തിന് ഭാരതരത്ന അവാർഡ് ലഭിച്ചിട്ടുണ്ട് 2024. അപ്പൊ അദ്ദേഹത്തിനോടൊപ്പം നരസിംഹറാവുവിനും ചൗധരി ചരൺ സിംഗിനും നേടിയിട്ടുണ്ട്. ടോട്ടൽ 5 പേർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴായിട്ടാണ് പ്രഖ്യാപിച്ചത്. അപ്പൊ ഇത്രയേ ഉള്ളൂ വിക്കിപീഡിയക്കകത്ത് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പൊ നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, ഡോക്ടർ MS സ്വാമിനാഥൻ, സാമൂഹിക പ്രവർത്തകൻ, മുൻ പ്രധാനമന്ത്രി. നരസിംഹറാവുവിന് 2024 ലഭിച്ചത്. നരസിംഹറാവുവിന്. ചൗധരി ചരൺ സിംഗും മുൻ പ്രധാനമന്ത്രി ആയിരുന്നു. അദ്ദേഹത്തിനും 2024 ലഭിച്ചത്. ഓക്കെ. MS സ്വാമിനാഥൻ മരിച്ച വർഷമൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ അത് 2023. ഇനി സാധാരണയായിട്ട് ഒരു വർഷത്തിൽ എത്ര ഭാരതരത്ന അവാർഡുകളാണ് പ്രഖ്യാപിക്കാറുള്ളത്? 3 ഭാരതരത്ന അവാർഡുകളായിരുന്നു പ്രഖ്യാപിക്കുന്നത്. എന്നാൽ ഈ വർഷം എത്ര അവാർഡുകൾ ലഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര അവാർഡുകൾ? 5 പേരെയാണ് ഭാരത സർക്കാർ ഭാരതരത്നയ്ക്കായിട്ട് തെരഞ്ഞെടുത്തിരുന്നത്. 2011 വരെ ഏതൊക്കെ മേഖലയിൽ ഒന്നത് പഠിച്ചു വെച്ചേക്കണം? കല, സാഹിത്യം, ശാസ്ത്രം, സാമൂഹിക സേവനം എന്നിവയിൽ പ്രവർത്തിച്ച് രാജ്യസേവനത്തിൽ നിർണായക സംഭാവനകൾ നൽകിയവർക്ക് മാത്രമായിരുന്നു ഈ അവാർഡ്. 2011 വരെ കലാ, സാഹിത്യം, ശാസ്ത്രം, സാമൂഹിക സേവനം. കല, സാഹിത്യം, ശാസ്ത്രം, സാമൂഹിക സേവനം. പിന്നെ പ്രവർത്തിച്ച് രാജ്യസേവനത്തിൽ നിർണായക സംഭാവനകൾ നൽകിയവർക്ക് മാത്രമായിരുന്നു. എന്നാൽ 2011 ഡിസംബറിൽ ഇത് ഭേദഗതി വരുത്തി. അതിനുശേഷം ഈ അവാർഡ് ഏതെങ്കിലും രംഗത്ത് മികവ് തെളിയിക്കുന്ന ഒരു പ്രത്യേക വ്യക്തിക്ക് നൽകി തുടങ്ങി. ഇപ്പൊ 2011 ശേഷമാണ് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള മേഖലയിൽ കഴിവ് തെളിച്ച വ്യക്തികൾക്ക് നൽകി തുടങ്ങിയത്. അപ്പം ഏത് വർഷമാണ് അബ്ദുൽ കലാമിന് ലഭിച്ചത്? 97. അദ്ദേഹത്തോടൊപ്പം അരുണ ആസഫ് അലിയും ഗുൽസാരിലാൽ നന്ദയ്ക്കും കിട്ടിയിട്ടുണ്ട്. C രാജഗോപാലാചാരി, CV രാമൻ എന്ന് പറഞ്ഞ സയന്റിസ്റ്റിനോടൊപ്പം ലഭിച്ചിരിക്കുന്നത് C രാജഗോപാലാചാരി, S രാധാകൃഷ്ണൻ. ഇങ്ങനെയൊക്കെ നമ്മൾ എന്തിനാ പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അജയ് ദേവഗണിന്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ ദേശീയ അവാർഡ് കിട്ടിയ സമയത്ത് അവരോടൊപ്പം പങ്കിട്ടതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു രീതിയിലൂടെ ചോദ്യത്തിനെ മാറ്റിയിട്ട് ചിന്തിക്കുന്നത്. അപ്പൊ MS സ്വാമിനാഥൻ
സേവനോടൊപ്പം ആരൊക്കെ അല്ലെങ്കിൽ അതേ വർഷം ആരൊക്കെ നേടി എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അടുത്തിലേക്ക് പോകാവുന്നതാണ്. ഇപ്പൊ 2011 ആരൊക്കെ 2011 വരെ ആയിരുന്നു കലാ, സാഹിത്യം, ശാസ്ത്രം, സാമൂഹ്യ സേവനം എന്നിവയ്ക്കുള്ള മികച്ച പ്രവർത്തനത്തിനും രാജ്യസേവന നിർണായകമായിട്ടുള്ള സംഭാവനകൾ നൽകിയവർക്കായിരുന്നു കൊടുത്തിരുന്നത്. അതിനുശേഷമാണ് ഒരു പ്രത്യേക മേഖലയിൽ കഴിവ് തെളിയിച്ചവർക്ക് എന്ത് നൽകി തുടങ്ങിയത്? ഭാരതരത്ന നൽകി തുടങ്ങിയത്. സാധാരണ ഒരു വർഷത്തിൽ 3 ഭാരതരത്ന അവാർഡുകളാണ് പ്രഖ്യാപിക്കാറുള്ളത്. 5 പേരെയാണ് ഭാരത സർക്കാർ ഈ പ്രാവശ്യം തെരഞ്ഞെടുത്തത്. ഇനിയും ആരൊക്കെയാണ്? ജനനായക് കർപ്പൂരി ഠാക്കൂർ ഭാരതരത്ന ലഭിക്കുന്ന 49ാമത്തെ വ്യക്തിയായി. 49ാമത്തെ വ്യക്തിയായി ജനനായക് കർപ്പൂരി ഠാക്കൂർ. LK അദ്വാനി 50ാമത്തെ വ്യക്തി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചോദിക്കാം. ആരാണ്? LK അദ്വാനിയാണ്. അപ്പൊ 50ാമത്തെ വ്യക്തിയാണ്. മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ചൗധരി ചരൺ സിംഗ്, PV നരസിംഹറാവു, കാർഷിക ശാസ്ത്രജ്ഞനായിട്ടുള്ള MS സ്വാമിനാഥൻ. അത് 3 നമ്മൾ മുമ്പേ പറഞ്ഞാണ്. ചൗധരി ചരൺ സിംഗ്, PV നരസിംഹറാവു, MS സ്വാമിനാഥൻ. ചൗധരി ചരൺ സിംഗ്, PV നരസിംഹറാവു, ശാസ്ത്രജ്ഞനായിട്ടുള്ളത് MS സ്വാമിനാഥൻ. ഇനി നമുക്ക് അടുത്തതായിട്ട് LK അദ്വാനി 50ാമത്തെ വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LK അദ്വാനിയുടെ പേര് പറയണം. ആൻഡ് കർപ്പൂരി ഠാക്കൂർ എന്ന് പറഞ്ഞിരിക്കുന്ന 49ാമത്തെ വ്യക്തിയാണ്. വിക്കിപീഡിയയിലെ കറക്റ്റ് ആയിട്ട് ഓർഡറിലൊന്നും അല്ല അടുക്കി വെച്ചിരിക്കുന്നത്, വർഷം മാത്രം നമ്മൾ നോക്കിച്ചാൽ മതി. ഈ LK അദ്വാനിയുടെ കുറെ അടുത്ത് കറണ്ട് അഫേഴ്സിനകത്തൊക്കെ കണ്ടിട്ടുണ്ട്. സോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. 50ാമത്തെ വ്യക്തിയാണ്. കർപ്പൂരി ഠാക്കൂർ ഭാരതരത്ന ലഭിക്കുന്ന 49ാമത്തെ വ്യക്തിയാണ്. 2011 മുതലാണ് ഓരോ സ്പെസിഫിക് മേഖലകളിലേക്കും ആ ഒരു രംഗത്ത് കഴിവ് തെളിയിച്ച വ്യക്തികൾക്ക് നൽകി തുടങ്ങി. അതുവരെ കലാ, സാഹിത്യം, ശാസ്ത്രം, സാമൂഹ്യ സേവനം തുടങ്ങിയവർക്ക് മാത്രമായിരുന്നു കൂടുതലും കൊടുത്തിരുന്നത്. ഒരു വർഷത്തിൽ മാക്സിമം 3 എണ്ണമായിരുന്നു കൊടുത്തിരുന്നത്. ഈ വർഷം 5 പേർക്ക് കൊടുത്തു. അപ്പൊ 5 പേർക്ക് കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ ഇത് മാത്രമേ ആൻസർ വരത്തുള്ളൂ. 2024 മാത്രമേ വരത്തുള്ളൂ. അപ്പം ഇങ്ങനെ ഓരോരോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കണം. അപ്പൊ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസിന്റെ PDF ബാച്ച് ടെലഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പെയ്ഡ് ബാച്ചാണ്. അപ്പൊ ഇതുവരെയുള്ള എല്ലാത്തിന്റെയും പ്രിലിംസിന്റെ GK ക്വസ്റ്റ്യൻസിന്റെ കണക്റ്റഡ് ആയിട്ടുള്ള 2021 മുതൽ PSC ഇങ്ങോട്ട് ചോദിച്ചിരിക്കുന്ന പ്രിലിംസിന്റെ 50 മാർക്സ് ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, സിവിക്സ് അങ്ങനെ 50 മാർക്കിന്റെ GK വരുന്നുണ്ടല്ലോ. ആ കണ്ടന്റ്സ് എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ അതിനെ കണക്റ്റഡ് പോയിന്റ്സ് ചെയ്യുന്ന ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 599 ആണ് പ്രൈസ്. വേണ്ടവർ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. അതിനകത്ത് ക്ലാസ്സസ് എല്ലാം യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സിനൊന്നും നമ്മൾ പൈസ വാങ്ങുന്നില്ല. ജസ്റ്റ് PDF നല്ല ടൈറ്റ് കണ്ടന്റ്സ് ആയതുകൊണ്ട് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം NCERT ഓറിയന്റ് ചെയ്തിട്ടുള്ള കണ്ടന്റ്സ് ആയിരിക്കും അതിനകത്ത് കൂടുതലും കണക്റ്റഡ് ആയിട്ട് വരുന്നത്. ഈ ചോദ്യങ്ങളെല്ലാം പഠിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓൾമോസ്റ്റ് സിലബസ് എല്ലാം കവർ ആയി പോകും GK ഓറിയന്റ് ചെയ്ത്. ഈ PDF നിങ്ങൾക്ക് ഒരു 25% എവിടെ യൂസ് ചെയ്യാവുന്നതാണ്. മെയിൻസിനകത്ത് യൂസ് ചെയ്യാം. ബാലൻസ് മാത്രം ഇവിടെ പഠിച്ചാൽ മതി. അഡീഷണൽ ആയിട്ട് മെയിൻസിലേക്ക് പഠിച്ചാൽ മതി. ഓക്കെ. അപ്പം അതുപോലെ തന്നെ നമ്മൾ 10th ലെവൽ പ്രിലിംസിന്റെ ലൈവ് സെഷൻസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സൂമിലാണ് ലൈവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മൺഡേ മുതൽ സാറ്റർഡേ വരെ അതിന്റെ ക്ലാസ് ഉണ്ട്. ലൈവ് സെഷൻസ് ആണ്. അത് 799 ആണ് പ്രൈസ്. എക്സാം വരെയാണ് വാലിഡിറ്റി ഉള്ളത്. ക്ലാസ് തീരുന്നതം വരെ ഉണ്ടായിരിക്കും. തീരുന്നതം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിക്ക് തീരുന്നതം വരെ ഉണ്ടായിരിക്കും. അതിനും മാത്സ് ഇല്ലാതെയാണ് പറഞ്ഞിരിക്കുന്നത്. വാട്സപ്പ് മെസ്സേജ് താല്പര്യമുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ഷോർട്ട് വീഡിയോ ആകുമ്പോൾ നിങ്ങൾക്ക് കാണാനും വളരെ എളുപ്പമാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു രീതിയിൽ ചെയ്യുന്നത്. താങ്ക് യു.